ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരുസാക്ഷാൽ പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. അസ്മത് ശ്രീ ഗുരുചരണാരവിന്ദാഭ്യാം നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം മഹാദേവ്യൈ നമഃ. സുപ്രഭാതം, ശുഭദിനം. എല്ലാ ധന്യാത്മാക്കൾക്കും പുലർകാല വന്ദനം. ശ്രീമദ് ദേവി ഭാഗവത നിത്യപാരായണ പരമ്പരയുടെ ഇന്നത്തെ യജ്ഞവേദിയിലേക്ക് സുസ്വാഗതം. സപ്തമസ്കന്ധത്തിലെ 4-ാമത്തെ അധ്യായം സുകന്യാചരിതം അഥവാ ശരിയാദി ചരിതം എന്നൊക്കെ പറയാറുണ്ട്. ആ കഥയാണ് നമ്മൾ അവലോകനം ചെയ്തു കൊണ്ടുവരുന്നത്. കാട്ടിൽ ജലമെടുക്കാനായി പോയി കുടത്തിൽ ജലവും കൊണ്ടുവരുന്നതായിട്ടുള്ള സുകന്യയെ നോക്കി ശര്യാദിപുത്രിയായ ച്യവനൻ്റെ ഭാര്യയായ സുകന്യയെ നോക്കി അശ്വിനി ദേവന്മാർ ചോദിക്കുന്ന ചോദ്യങ്ങളും അതിന് സുകന്യ കൊടുത്ത ഉത്തരങ്ങളും വീണ്ടും അശ്വിനി ദേവന്മാർ പറയുന്ന വാക്കുകളും ഒക്കെയാണ് നമ്മൾ അവലോകനം ചെയ്ത് 4-ാമത്തെ അധ്യായത്തിൽ നിർത്തിയത്. ആ കഥയെ തുടർന്നു കൊണ്ട് വീണ്ടും 5-ാമത്തെ അധ്യായത്തിലേക്ക് പോവുകയാണ്. ച്യവനന് അശ്വിനി ദേവന്മാരുടെ അനുഗ്രഹത്താൽ കിട്ടിയ യുവത്വപ്രാപ്തിയെയാണ് ഈ അധ്യായത്തിൽ വ്യാസൻ ജനമേജയന് പറഞ്ഞു കൊടുക്കുന്നത്. തയോസ്തദ്ഭാഷിതം ശ്രുത്വാ വേപമാനാ നൃപാത്മജാ ധൈര്യമാലംബ്യ തൗ തത്ര ബഭാഷേ മിതഭാഷിണീ. അവരുടെ ആ സംസാരം കേട്ട്, അതായത് നീ ഇങ്ങനെ ഒരു അന്ധനും വൃദ്ധനും ആയിട്ടുള്ള ഒരുത്തൻ്റെ കൂടെ ഈ കാട്ടിലിങ്ങനെ ജീവിച്ച് നശിപ്പിച്ച് കളയേണ്ടതല്ല നിൻ്റെ യുവത്വം. ഞങ്ങളിൽ ആരെങ്കിലും ഒരാളെ വിവാഹം കഴിച്ച് സ്വർഗത്തിൽ വന്ന് സകല സുഖഭോഗങ്ങളും കാമഭോഗങ്ങളും അനുഭവിക്കാം എന്നൊക്കെ അവർ പറഞ്ഞില്ലേ. അങ്ങനെയുള്ള വാക്കുകളെ കേട്ട് സുകന്യ അവരോട് പറയുകയാണ്, നിങ്ങൾ ദേവന്മാരാണ്, രവിപുത്രന്മാരാണ് എന്ന് പറഞ്ഞു, സർവജ്ഞരാണ്. അങ്ങനെയുള്ള നിങ്ങൾ എന്നോട് പ്രകാരം സംസാരിച്ചത് ഒട്ടും തന്നെ ശരിയായിട്ടുള്ളതല്ല. സുരശ്രേഷ്ഠന്മാരായിട്ടുള്ള നിങ്ങൾ യോഗമാർഗം അവലംബിച്ചുകൊണ്ട് ഇരിക്കുന്നതായിട്ടുള്ള വൃദ്ധനാണെങ്കിലും അന്ധനാണെങ്കിലും ആ മുനിക്ക് ആണ് എന്നെ എൻ്റെ അച്ഛൻ വിവാഹം ചെയ്തു കൊടുത്തിട്ടുള്ളത്. പൂർണ്ണസമ്മതത്തോടു കൂടിയാണ് ഞാൻ അദ്ദേഹത്തിനെ വിവാഹം കഴിച്ചിരിക്കുന്നത്. അങ്ങനെയുള്ള ഞാൻ നിങ്ങൾ പറഞ്ഞ മാർഗം എങ്ങനെയാണ് സ്വീകരിക്കുക? മാത്രമല്ല, സർവേശ്വരനായിട്ടുള്ള നിങ്ങളുടെ പിതാവായിട്ടുള്ള സാക്ഷിബുധനായിട്ടുള്ള ആ സൂര്യഭഗവാൻ ഏതൊരു സൂര്യനെ സാക്ഷി നിർത്തിക്കൊണ്ടാണോ അച്ഛൻ എന്നെ ച്യവന മഹർഷിക്ക് പാണിഗ്രഹണം ചെയ്ത് വിവാഹം ചെയ്തു കൊടുത്തത്, ആ സാക്ഷിഭൂതനായിട്ടുള്ള ഭഗവാൻ എല്ലാം കാണുന്നുണ്ട്. നിങ്ങൾ കശ്യപകുലത്തിൽ ജനിച്ചവരല്ലേ? ഈ ധർമ്മങ്ങളൊക്കെ അറിഞ്ഞ് നിങ്ങൾ ഇത്തരത്തിൽ സംസാരിക്കാൻ പാടുള്ളതാണോ? ഒരു കുലത്തിൽ ജനിച്ച് പാതിവൃത്യം അനുഷ്ഠിക്കേണ്ടതായിട്ടുള്ള അല്ലെങ്കിൽ അനുഷ്ഠിക്കുന്നതായിട്ടുള്ള എന്നെപ്പോലെയുള്ള ഒരു കന്യക നിങ്ങൾ പറഞ്ഞ ഈ മാർഗം എങ്ങനെയാണ് സ്വീകരിക്കുക? സ്വന്തം പുരുഷൻ ഭർത്താവ് ജീവനോടുകൂടിയിരിക്കെ മറ്റൊരുത്തനുമായിട്ട് സുഖഭോഗങ്ങൾക്ക് വേണ്ടിയിട്ട് ശരീരം പങ്കുവയ്ക്കുക, അവരുമായിട്ട് കൂട്ടുചേരുക എന്നുള്ളത്
സ്വന്തം കാമ പൂരണത്തിന് വേണ്ടി, ധനസമ്പാദനത്തിന് വേണ്ടി ചെയ്യുന്ന വേശ്യാവൃത്തി ആവില്ലേ അത്? അത് ധർമ്മിഷ്ഠരായിട്ടുള്ളവർക്ക് ചേരുന്ന മാർഗമാണോ? അപ്രകാരം ചെയ്താൽ ഈ പ്രപഞ്ചത്തിൻ്റെ ധർമ്മ വ്യവസ്ഥ തന്നെ ഇല്ലാതാവില്ലേ? അതുകൊണ്ട് ഹേ ദേവന്മാരെ, നിങ്ങളുടെ വഴിക്ക് പൊക്കോളൂ. അതല്ല, ഇനിയും ഇത്തരത്തിലുള്ള സംഭാഷണങ്ങളാണ് എന്നോട് ചെയ്യുന്നത് എങ്കിൽ നിങ്ങളെ എനിക്ക് ശപിക്കേണ്ടതായിട്ട് വരും. ശര്യാദി എന്ന് പറഞ്ഞ ധർമ്മിഷ്ഠനായിട്ടുള്ള മഹാരാജാവിൻ്റെ പുത്രിയായ സുകന്യയാണ് ഞാൻ. എൻ്റെ പതിയെ ഞാൻ ഭക്തിപൂർവം, ആദരപൂർവം, ബഹുമാനപൂർവം സ്വമനസ്സുകൊണ്ട് പരിചരിച്ചു കൊണ്ടിരിക്കുന്നവളാണ്. അപ്രകാരമായിട്ടുള്ള എന്നോട് ഇത്തരത്തിലുള്ള നിന്ദ്യമായിട്ടുള്ള വാക്കുകൾ നിങ്ങൾ സംസാരിക്കരുത്. അതുകൊണ്ട് നിങ്ങൾ പൊയ്ക്കോളൂ. അഥവാ ഇനിയും ഇപ്രകാരത്തിലുള്ള സംസാരങ്ങളാണ് നിങ്ങളിൽ നിന്നും വരുന്നത് എന്നുണ്ടെങ്കിൽ എനിക്ക് നിങ്ങളെ ശപിക്കേണ്ടി വരും എന്ന വാക്കുകളാണ് അവിടെ സുകന്യ പറഞ്ഞത്. ഇവരുടെ വാക്കുകളെ കേട്ട അശ്വിനി ദേവന്മാരെന്താണ് ചെയ്തത് എന്ന് തുടർന്ന് പറഞ്ഞുകൊണ്ട് വ്യാസൻ പറയണു. ഇത്യാകർണ്യവജസ്തസ്യ നാസത്യൗ വിസ്മിതൗ ഭൃശം താവഭ്രൂതാം പുനസ്ത്വേനാം ശങ്കമാനോ ഭയം മുനേ. അങ്ങനെയുള്ള സുകന്യയുടെ വാക്ക് കേട്ട ഈ നാസത്യന്മാർ, അതായത് അശ്വിനി ദേവന്മാർ അത്ഭുതപ്പെട്ടു. ഇവളുടെ ശാപവും മുനിയുടെ ശാപവും ഉണ്ടാകുമോ എന്നുള്ള ഭയവും അവരുടെ മനസ്സിലുണ്ടായിരുന്നു. അവർ പറഞ്ഞു, ഹേ രാജപുത്രി, നിൻ്റെ ധർമ്മനിഷ്ഠയിൽ ഞങ്ങൾ പ്രസന്നരായിരിക്കണു. നിൻ്റെ പാതിവൃത്യം എത്രയുണ്ട്? ഭർത്താവിനോടുള്ള പതിവ്രതയായിട്ടുള്ള ഒരു പത്നിക്ക് ഉണ്ടാകേണ്ടതായിട്ടുള്ള ആ ധർമ്മനിഷ്ഠകൾ നിൻ്റെ മനസ്സിലുണ്ടോ എന്നുള്ളതിനെ അറിയാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ നിന്നോട് ചോദിച്ചത്. പക്ഷേ നിൻ്റെ ഈ ഉത്തരങ്ങൾ കേട്ട് ഞങ്ങൾ വളരെ പ്രസന്നരായിരിക്കുന്നു. ഇത്തരത്തിൽ ഈ ചെറുപ്രായത്തിൽ വയോവൃദ്ധനും അന്ധനും ഒക്കെ ആയിട്ടുള്ള ഒരു പത്നീധർമ്മമനുസരിച്ച് വേണ്ടതായിട്ടുള്ള എല്ലാ പരിചരണങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്ന നിന്നിൽ ഞങ്ങൾക്ക് വളരെയധികം പ്രസന്നതയുണ്ട്. അതുകൊണ്ട് എന്ത് വരമാണ് നിനക്ക് വേണ്ടത് എന്ന് ചോദിച്ചോളൂ. ആ വരം ഞങ്ങൾ നിനക്ക് തരാം എന്ന് പറയാണ്. ഞങ്ങൾ ദേവഭിഷഗ്വരന്മാരാണ്. ഭിഷഗ്വരൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൈദ്യൻ എന്നർത്ഥം. അപ്പോൾ ദേവവൈദ്യന്മാരാണ് ഞങ്ങൾ. നിൻ്റെ ഭർത്താവിനെ ഞങ്ങൾക്ക് വേണമെങ്കിൽ സമ്പന്നനായിട്ടുള്ള ഒരു ആക്കി തീർക്കാൻ കഴിയും. അങ്ങനെ യുവാവാക്കി തീർത്തു തരാൻ, അതാണ് കാമ്യം എന്നുണ്ടെങ്കിൽ ആ വരം വരിക്കാം എന്നെല്ലാം സുകന്യയോട് അവർ പറഞ്ഞു. അത് കേട്ട സുകന്യ അത്ഭുതപ്പെട്ടു. അവൾ ചെന്ന് തൻ്റെ ഭർത്താവായിട്ടുള്ള ശിവനോട് അശ്വിനി ദേവന്മാരെ കണ്ടതും അവരുമായിട്ട് നടന്ന സംഭാഷണവും അവരിതാ തന്നിൽ പ്രസന്നരായിട്ട് വരം തരാൻ തയ്യാറായ കാര്യങ്ങളും എല്ലാം ഭർത്താവായ ച്യവന ഋഷിയോട് പറഞ്ഞു എന്ന് പറയാണ്. എന്താ പറഞ്ഞത്, പിന്നീടെന്താ ച്യവനൻ പറഞ്ഞത് എന്നുള്ള ഭാഗങ്ങളെ നമുക്ക് നാളെ അവലോകനം ചെയ്തു കൊണ്ടുപോകാം. ഇന്നിവിടെ തന്നെ നിർത്തുന്നു. ശ്രീ മഹാദേവ്യൈ നമഃ.